സമയം രാത്രി 11 കഴിഞ്ഞിരുന്നു. തിരക്ക് നന്നേ കുറവായിരുന്നെങ്കിലും ബസ് സ്റ്റാൻഡും അതിനോടനുബന്ധിച്ച് കടകളെല്ലാം പ്രവർത്തനത്തിൽ തന്നെയായിരുന്നു. അതൊക്കെ കണ്ടെങ്കിൽ പോലും എന്തോ ഒരു ഭയം ക്രിസ്റ്റിയുടെ ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിച്ചിരുന്നു. ചെയ്യാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യം മനസ്സിനെ വീർപ്പുമുട്ടിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇത് തന്നെയാണ് ശരിയെന്ന് അവളുടെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞുകൊണ്ടിരുന്നു. നാളുകൾ നീണ്ട മെന്റൽ ഹോസ്പിറ്റലിലെ ജീവിതം അവസാനിച്ച ദിവസമാണെന്ന്. വൈകുന്നേരത്തോടെ തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ കളരിക്കൽ നിന്ന് ആള് വരുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഒരുങ്ങിയിരിക്കാനും പറഞ്ഞു. ഒരുങ്ങി. പക്ഷേ കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. ഇനിയും അവർക്കൊപ്പം ആ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള ധൈര്യം മനസ്സിൽ ബാക്കിയില്ലാത്തതുപോലെ. അല്ലെങ്കിൽ തന്നെ എന്തിന്റെ പേരിലാണ് പോവുക? അവരിൽ ഒരാളുടെ ജീവനെടുത്തവളെന്ന പട്ടവും പേറി ഇനിയൊരിക്കൽ കൂടി വയ്യ. അവിടേക്ക് പോകാനെന്നല്ല, ആ വീട്ടിൽ ഒരാളുടെയും മുന്നിൽ ചെന്ന് നിൽക്കാൻ പോലും ഇനി വയ്യ. അതിന്റെ പ്രതിഫലനമാണ് ഈ ഒളിച്ചോട്ടം. പോണം, പോയേ പറ്റൂ. ഇനിയൊരിക്കലും ഇവിടേക്കൊരു മടങ്ങിവരവില്ല. ഒളിച്ചോടണം. ക്രിസ്റ്റീനയുടെ ഭൂതകാലത്തെ ചികഞ്ഞെടുക്കാൻ കഴിവുള്ള എല്ലാത്തിൽ നിന്നും. ഇനിയും വയ്യ വേദനിക്കാൻ. അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷേ വീണ്ടും താളം തെറ്റിപ്പോയേക്കാവുന്ന ഈ മനസ്സിന് എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് പ്രവചിക്കാൻ വയ്യ. അതുകൊണ്ട് പോണം, എല്ലാം ഉപേക്ഷിച്ച്. ഹോസ്പിറ്റലിൽ നിന്നുള്ളവരും കളരിക്കൽ നിന്നുള്ളവരുമെല്ലാം തിരയുന്നുണ്ടാവും. പക്ഷേ പിടികൊടുക്കാൻ വയ്യ. പോയേ പറ്റൂ. ചിന്തകൾ ഭാരം തീർത്ത ഹൃദയത്തിൽ അമർത്തി തടവിക്കൊണ്ട് ചെയറിലേക്ക് ചാഞ്ഞിരിക്കുമ്പോൾ അവളുടെ കൺകോണിലൂടെ നീർഗോളങ്ങൾ ഒഴുകിയിറങ്ങി. അപ്പോഴും മനസ്സിൽ ലക്ഷ്യം വെച്ചിരുന്ന ഏതോ ഒരു ബസ് തിരയുന്നുണ്ടായിരുന്നു അവൾ. ഹലോ. തൊട്ടരികിൽ ആരുടെയോ ശബ്ദം കേട്ടപ്പോഴും എപ്പോഴോ ഒന്ന് മയങ്ങിപ്പോയ ക്രിസ്റ്റി ഞെട്ടിയുണർന്നു. കണ്ണുകൾ വലിച്ചു തോന്നതും മുന്നിൽ നിൽക്കുന്ന ആളുകളെ കണ്ട് അവൾ പിടഞ്ഞെഴുന്നേറ്റു. ചേട്ടായി. എങ്ങോട്ടാടി നീ? മുന്നിൽ പേടിച്ചരണ്ട മട്ടിൽ നിൽക്കുന്ന പെണ്ണിനെ കണ്ടിട്ടും ഒരൽപ്പം പോലും മയമില്ലാതെയായിരുന്നു റയാന്റെ ചോദ്യം. അവന്റെ ഒപ്പമുണ്ടായിരുന്ന റോബിന്റെയും ജോയലിന്റെയും മുഖങ്ങളും വല്ലാതെ കല്ലിച്ചു തന്നെ ഇരുന്നു. ചേട്ടായി. വേണ്ട, അങ്ങനത്തെ വിളിയൊന്നും വേണ്ട. അങ്ങനെ വിളിക്കാൻ എനിക്ക് സ്വന്തമായിട്ടൊരു പെങ്ങള് വീട്ടിലുണ്ട്. നീ തൽക്കാലം എങ്ങോട്ടായി കെട്ടിയൊരുങ്ങിയെന്ന് മാത്രം പറഞ്ഞേച്ചാ മതി. അത് ഇത്രയും കാലം നിനക്ക് കാവലിരുന്നതിന്റെ അധികാരത്തിലാ ചോദിക്കുന്നതെന്ന് കരുതിയാൽ മതി. തീർത്തും പരുഷമായിട്ടുള്ള റയാന്റെ സംസാരം ക്രിസ്റ്റിയുടെ നെഞ്ചിൽ നൊമ്പരത്തിന്റെ ഒരു കടൽ തന്നെ തീർത്തിരുന്നു. പഷ്ട്. ഇച്ചായൻ ഇനി കഥാപ്രസംഗമൊക്കെ നടത്തുന്നത് ആരോടാണെന്ന് മറന്നോ? എന്റെ പൊന്നിച്ചായ, നന്ദി എന്ന് പറയുന്ന സാധനം ഇവളുടെ രക്തത്തിലേ ഇല്ല. അതിന്റെ ആദ്യത്തെ ഇരയല്ലയോ ഞാൻ? പണ്ട് ഹോസ്റ്റലിൽ വെച്ച് ഞരമ്പ് മുറിച്ച് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് സംഭവം ഉദ്ദേശിച്ച് പുച്ഛത്തോടെ ജോയൽ പറഞ്ഞതും ക്രിസ്റ്റിയുടെ ശിരസ് കുറ്റബോധത്താൽ കുനിഞ്ഞുപോയിരുന്നു. ശരിയാണ്, സഹായിച്ചവരാരെയും ചേർത്തണച്ചവരെയുമെല്ലാം നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞിട്ടുള്ളത് തന്നെയാണ് തന്റെ പാരമ്പര്യം. വേണമെന്ന് വെച്ചിട്ടല്ല, പക്ഷേ തന്റെ ഉള്ളിലെ അപകർഷതാബോധം, ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്നുള്ള ചിന്ത, അതൊക്കെയാണ് തന്നെ ഇങ്ങനെയൊരു നന്ദിയില്ലാത്തവളാക്കിയത്. ക്രിസ്റ്റിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആരോടും ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ അവൾ നിശബ്ദം കണ്ണുനീർ തൂവി. ക്രിസ്റ്റി, നിന്നോടാ ഞാൻ ചോദിച്ചത്, എങ്ങോട്ടാ നിന്റെ ഈ പുറപ്പാടെന്ന്? അവളുടെ നിൽപ്പ് കണ്ട് സഹി കെട്ടിരുന്നു റയാന്. അതവന്റെ വാക്കിലും നോക്കിലും പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു. ഡാ, ആളുകൾ ശ്രദ്ധിക്കുന്നു. അവന്റെ ദേഷ്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ചുറ്റിലും നോക്കിക്കൊണ്ട് റോബിൻ അവനെ അന്വയിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ പോവാ ചേട്ടായി. എങ്ങോട്ട്? എനിക്കറിയില്ല. പക്ഷേ ഇനി ഏതായാലും കളരിക്കലേക്ക് ഞാൻ വരത്തില്ല ചേട്ടായി. എത്രയൊക്കെ ആണേലും നിങ്ങളുടെ അനിയനെ കൊന്നവളാ ഞാൻ. അങ്ങനെയുള്ള ഞാൻ നിങ്ങളുടെ ഇടയിൽ വേണ്ട ചേട്ടായി. നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന സഹായങ്ങൾക്കെല്ലാം ഞാനെന്നും നിങ്ങളോട് കടപ്പെട്ടവളാ. പക്ഷേ ഇനിയും ആ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകല്ലേ ചേട്ടായി. എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാ. ഞാൻ വീണ്ടും അങ്ങോട്ട് വന്നാൽ പലരെയും പലതും ഓർമ്മിപ്പിക്കാൻ അത് കാരണമാകും. അതൊന്നും വേണ്ട ചേട്ടായി. ഞാൻ പൊയ്ക്കോളാം. ഒരു കുടുംബത്തിന്റെ സ്നേഹത്തിൽ ഒതുങ്ങി ജീവിക്കാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല ചേട്ടായി. ഉരുകിയുള്ള അവളുടെ വാക്കുകൾ കേട്ട് നിൽക്കുമ്പോൾ ഹൃദയം പിടയുന്നുണ്ടായിരുന്നെങ്കിലും റയാൻ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നതേയുള്ളൂ. ജോച്ച. നാളുകൾക്ക് ശേഷം അവളുടെ നാവിൽ നിന്നും ആ പഴയ വിളി കേട്ടതും ജോയൽ എല്ലാം മറന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവയിൽ തിങ്ങി നിറഞ്ഞ വേദന അവന്റെ ഉള്ളം നീറ്റുന്നതായിരുന്നു. പറഞ്ഞതൊക്കെ സത്യം. ഞാൻ നന്ദി കെട്ടവള് തന്നെയാ. പക്ഷേ എനിക്കതേ മാർഗമുള്ളായിരുന്നു ജോച്ച. അവൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പിടികിട്ടാതെ മൂവരും അവളെ തന്നെ നോക്കി നിന്നു. ജോച്ചൻ എന്ന ഒത്തിരി ഇഷ്ടമാണെന്ന് അറിയാം ജോച്ച. പക്ഷേ വേണ്ട ജോച്ച. എന്നെ സ്നേഹിക്കാനൊന്നും കൊള്ളത്തില്ല. ഒരിക്കലും പാടില്ലാത്ത ഒരുത്തനെ പേര് അഴുക്കായതാ ജോച്ച എന്റെ ഹൃദയം. അതും പോരാഞ്ഞിട്ട് അവന്റെ ചോര കൊണ്ട് നനഞ്ഞതാ എന്റെ കൈകൾ. എടീ. വേണ്ട ജോച്ച. പറയാൻ പോണതെന്താണെന്ന് എനിക്കറിയാം. പക്ഷേ വേണ്ട. അതൊന്നും എനിക്ക് കേൾക്കണ്ട. കേട്ടാ ചിലപ്പോൾ എന്നെക്കൊണ്ട് സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ പോവും. അതുകൊണ്ട് വേണ്ട. അല്ലേ തന്നെ എനിക്ക് പറ്റിയ കളങ്കങ്ങളൊക്കെ ജോച്ചൻ പൊറുക്കാൻ തയ്യാറായാൽ പോലും അതിന് കഴിയാത്ത ഒരുപാട് പേരുണ്ടാകും. ജോച്ചന് കുടുംബമുണ്ട്. അപ്പനും അമ്മയുമുണ്ട്. പക്ഷേ എനിക്കതൊന്നുമില്ല ജോച്ച.
ജനിച്ച് ദിവസങ്ങൾ കഴിയും മുമ്പ് ആരോ ഏതോ ചവറുകുനയിൽ വലിച്ചെറിഞ്ഞിട്ട് പോയ വെറുമൊരു വിഴുപ്പ് കാണ്ഡമാ ഈ ക്രിസ്റ്റി. അത് തന്നെയാ എൻ്റെ ജീവിതത്തിലെ ആദ്യ കളങ്കം. പിന്നെ വേറെയുമുണ്ട് ക്രിസ്റ്റീനയുടെ പേരിൻ്റെ അലങ്കാരമായിട്ട് പലതും. അർഹതയില്ലാത്തവൻ്റെ പ്രണയം കൊതിച്ച വിഡ്ഢി, അവൻ്റെ ജീവനെടുത്ത് ജയിലിൽ പോയവൾ, പിന്നെ ഭ്രാന്താശുപത്രിയിൽ കഴിഞ്ഞവൾ, അങ്ങനെ ഒരുപാട് ജോച്ച. അതുകൊണ്ട് ജോച്ച, ഞാൻ നിങ്ങളോട് നന്ദികേട് കാണിച്ചത്. ജോച്ചൻ എനിക്ക് തരുന്ന സ്നേഹത്തിന് പകരം തരാൻ ശുദ്ധമായൊരു ഹൃദയം പോലുമില്ല എനിക്ക്. അതും മലിനപ്പെട്ടതാ. വേണ്ട ജോച്ച, ഒരിക്കലും ചേരാത്ത ഒന്നിനെയും കൂട്ടിച്ചേർക്കാൻ നോക്കരുത് നമ്മൾ. അങ്ങനെ ചെയ്താൽ പിന്നെ ഒത്തിരി കരയേണ്ടി വരും. അതുകൊണ്ടാ ജോച്ച. എന്നെ വിട്ടേക്ക്. തൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്ന് നെഞ്ചു പൊട്ടി കരയുന്ന പെണ്ണിനോടെന്തു പറയണമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന ജോയലിന്റെ ഉള്ളമറിഞ്ഞതുപോലെ റയാൻ അവന്റെ തോളിലൊന്ന് അമർത്തിപ്പിടിച്ചു. അവള് കളങ്കപ്പെട്ടവളാ പോലും. അവളത് ആരോടാ പറഞ്ഞത്? ഇത്രയും കാലം അവളെ മാത്രം ചങ്കിൽ കൊണ്ടു നടന്ന എന്നോട്. പുന്നാര മോള്. പിറുപിറുത്ത് കൊണ്ട് ജോയൽ കയ്യിലിരുന്ന കുപ്പി വീണ്ടും വീണ്ടും വായിലേക്ക് കമഴ്ത്തുന്നത് കണ്ട് ആമി വല്ലായ്മയോടെ അവളെ തന്നെ നോക്കിയിരിക്കുന്ന റയാനെ ഒന്ന് തട്ടി. നിങ്ങളിങ്ങനെ അങ്ങേരുടെ സൗന്ദര്യം നോക്കിയിരിക്കാതെ ഒന്ന് മതിയാക്കാൻ പറ ഇച്ചായ. അതിന് ഞാൻ പറയാനിട്ടെന്നാ അവനിതെല്ലാം കൂടെ അണ്ണാക്കിലോട്ട് കമഴ്ത്തുന്നത്? പറയുന്നതിനൊരു പരിധിയില്ലയോ? എല്ലാം ശരിയാക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവനതൊന്നും കേൾക്കാൻ പോലും മേല. എന്നാ പിന്നെ അവൻ കുടിച്ചിട്ട് കരള് വാടട്ടെ, അല്ലാതെ ഞാൻ എന്നാ ചെയ്യാനാ? ജോയലോട് പറഞ്ഞു മടുത്തതിൻ്റെ മുഷിവോടെ പറഞ്ഞിട്ട് റയാൻ ആമിയുടെ കയ്യിൽ നിന്ന് വാമിമോളെ വാങ്ങി മടിയിലേക്ക് വെച്ചു. ആ കുഞ്ഞു പെണ്ണാണെങ്കിൽ അവൻ്റെ മടിയിൽ നിന്ന് എണീറ്റ് നിന്നും അവൻ്റെ താടി രോമങ്ങളിൽ വിരൽ കൊളുത്ത് വലിച്ചു കളിക്കാൻ തുടങ്ങിയിരുന്നു. അത് കണ്ടതും ആമി തന്നെ ജോയലിൻ്റെ അരികിലേക്ക് ചെന്നു. ചേട്ടായി, മതി മോന്തിയത്. ഇതെന്ത് ഭാവിച്ചാ ഇങ്ങനെ കുടിക്കുന്നേ? ഇപ്പോൾ തന്നെ ഓവറാ. ഇനിയുമായാൽ നിങ്ങൾ ചത്തുപോവും. ചാവട്ടെ കൊച്ചെ. അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്നാ കൂപ്പിനാ ജീവിക്കുന്നേ? ചാവട്ടെ. അന്നേരമാ മറ്റേ മോക്ക് സന്തോഷമാവുമല്ലോ. അവളുടെ ഒരു കോപ്പിലെ ഡയലോഗ്. അവളില്ലേലും ഈ ജോ ജീവിക്കും. അവൾ പോയാലും എനിക്ക് പുല്ല. ആ മോങ്ങല് നിർത്തിയിട്ട് പറയടാ കോപ്പേ. റയാൻ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞതും ജോയൽ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. തൊട്ടടുത്ത നിമിഷം അവനൊരു കൊച്ചു കുട്ടിയെപ്പോലെ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നെക്കൊണ്ട് പറ്റുന്നില്ല ചായ. എനിക്ക് അവളെ വേണം. അവളെ കിട്ടിയില്ലേ കർത്താവാണെ ഞാൻ ജീവിച്ചിരിക്കില്ല. കസേരയിൽ നിന്നിറങ്ങി നിലത്തേക്ക് ഇരുന്നിട്ട് റയാന്റെ കാലിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ജോയലിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവന്റെ അവസ്ഥ കണ്ടപ്പോൾ ആമിക്ക് സങ്കടം തോന്നിയെങ്കിലും റയാന് കലി വരുമായിരുന്നു ചെന്നത്. എടാ കോപ്പേ, നിന്നോടല്ലയോ പറഞ്ഞത് അവളെ നിന്റെ തലയിൽ തന്നെ കെട്ടിവെച്ച് തരാമെന്ന്? പിന്നെ അതിന് കുറച്ച് സമയമെടുക്കും. അതൊന്ന് മനസ്സിലാക്കുന്നേ. ഏതായാലും അവളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തിയല്ലോ നമ്മൾ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നടക്കും. നീ ഒന്ന് അടങ്ങും. നടക്കോ ചായ? വെളിവില്ലാതെ കരച്ചിലിനിടയിൽ തന്നെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നതിനെ കണ്ട് റയാൻ സ്വയം തലയിൽ കൈവച്ചു. ഓഹ് എൻ്റെ കർത്താവേ, നീ കൊച്ചിനെയും കൊണ്ട് അകത്തോട്ട് ചെല്ലാമേ. ഞാൻ ഈ പുല്ലനെ ഒന്ന് കുളിപ്പിച്ചെടുത്തോണ്ട് വരട്ടെ. കുഞ്ഞിനെ ആമിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇരുന്നിടത്ത് നിന്ന് എണീറ്റുകൊണ്ട് റയാൻ പറഞ്ഞു. അപ്പോഴേക്കും ജോയൽ കണ്ണുകൾ മയങ്ങി നിലത്തേക്ക് ചാഞ്ഞിരുന്നു. അവള് വല്ലതും കഴിച്ചോ? രാത്രി അത്താഴം കഴിക്കാൻ ടേബിളിനരികിലേക്ക് വന്ന സ്റ്റെഫി ജാസ്മിനോട് ചോദിച്ചു. എവിടുന്ന്? ഞാനും അമ്മയെ കുറെ നിർബന്ധിച്ചു. അപ്പോഴെല്ലാം വിശപ്പില്ലെന്നൊരേ പല്ലവിയായിരുന്നു. ആഹാ, അത് കൊള്ളാം. ഇവിടെ വന്ന് പട്ടിണി കിടക്കാൻ അവളുടെ ആരെയും ചത്തുപോയോ? നീ എടുത്തു വെക്ക്, ഞാൻ അവളെ വിളിച്ചോണ്ട് വരാം. ഓ, വന്ന നേരം മുതൽ നമ്മൾ രണ്ടാളും തലകുത്തി നിന്നിട്ട് പറ്റാത്ത കാര്യമാ ഇച്ചായനെ ഓടിച്ചെന്ന് സാധിച്ചോണ്ട് വരാൻ പോണത്. അവന്റെ പോക്ക് നോക്കി നിന്നുകൊണ്ട് ജാസ്മിൻ മോളിയോട് പറഞ്ഞു. സ്റ്റെഫി ക്രിസ്റ്റിക്ക് കൊടുത്ത മുറിയിലേക്ക് ചെല്ലുമ്പോൾ ബെഡിന്റെ ഹെഡ് റെസ്റ്റിൽ ചാരി മുഖം മുട്ടിലൂന്നി കൂനി പിടിച്ചിരിക്കുന്നവളെയായിരുന്നു കണ്ടത്. അവളുടെ ആ ഇരിപ്പ് കണ്ടപ്പോൾ അലിവ് തോന്നിയെങ്കിലും ഒന്നും കഴിക്കാതെയും കുടിക്കാതെയുമുള്ള അവളുടെ ആ ഇരിപ്പ് ശരിയാവില്ലെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവനൊന്ന് മുരടനക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ചെന്നു. പക്ഷേ അവൾ അപ്പോഴും ഏതോ ചിന്തകൾ മുഴുകി മുഖമായി ഇരിക്കുമായിരുന്നു. ക്രിസ്റ്റി, ശബ്ദമൽപ്പം കനപ്പിച്ച് തന്നെ അവൻ വിളിച്ചതും ഞെട്ടിപ്പോയതുപോലെ അവൾ മുഖമുയർത്തി നോക്കി. പിന്നെ മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് ബെഡിൽ നിന്ന് ചാടി എണീറ്റവന്റെ മുന്നിൽ മുഖം കുനിച്ചു നിന്നു. താൻ ഇങ്ങനെ ചാടി എണീറ്റ് അറ്റൻഷനായി നിൽക്കാൻ ഇത് കോളേജല്ല. ഇവിടെ ഞാൻ തൻ്റെ സാറുമല്ല. സാർ? നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ കൊച്ചേ? അവന്റെ ചോദ്യത്തിന് മറുപടിയായി അവളൊരു കൊച്ചുകുട്ടിയെപ്പോലെ തലയനക്കി. നീ റയാനെയും റോബിനെയും ഒക്കെ എന്തുവാ വിളിക്കുന്നേ? ചേട്ടായിന്ന്. എന്നാ അവരെ പോലെയുള്ളൂ ഞാനും. എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. ഈ സാറും കുട്ടിയുമൊക്കെ അങ്ങ് കോളേജ്. കേട്ടല്ലോ പറഞ്ഞത്? അവൾ ഉവന്ന അർത്ഥത്തിൽ തല കുലുക്കിയതും സ്റ്റെഫിൻ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു. എന്നാലേ ചേട്ടായിയുടെ കൊച്ചിങ്ങ് വന്നേ. ഒരു സഹോദരന്റെ സ്വാതന്ത്ര്യത്തോടെ തോളിൽ കൈയിട്ട് തന്നെ ചേർത്ത് നിർത്തിയവനെ ആദ്യം കാണും പോലെ ക്രിസ്റ്റി നോക്കി. എന്തിനെന്ന് പോലും അറിയാതെ അവളുടെ മിഴികൾ നീർപ്പൊടിഞ്ഞു. അത് കണ്ടെങ്കിലും കാരണം ഊഹിച്ചതുപോലെ സ്റ്റെഫിൻ ഒന്നും പറയാതെ അവളെയും കൊണ്ട് മുറിക്ക് പുറത്തേക്ക് നടന്നു.
അവനെ എതിർക്കാൻ കഴിയാഞ്ഞിട്ടെന്ന പോലെ അനുഗമിക്കാൻ മാത്രമേ ക്രിസ്റ്റിക്കായുള്ളൂ. അതേ, എന്റെ മമ്മയില്ലേ മോളിക്കുട്ടി, കക്ഷിക്കൊരു കുഴപ്പമുണ്ട്. പിള്ളേരായാലും ആഹാരം കഴിക്കാതെ കിടന്നാൽ പിന്നെ പുള്ളിക്കാരയ്ക്ക് ആഹാരം തൊണ്ടേന്നിറങ്ങത്തില്ല. അത് മാത്രമല്ല, ഇവിടെ പെങ്കൊച്ചുങ്ങളില്ലാത്തതുകൊണ്ട് ഈ പെൺപിള്ളേരോടൊക്കെ ഭയങ്കര സ്നേഹവുമാ. ജാസ്മിനോടുള്ള മമ്മയുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ കൊച്ചിനത് മനസ്സിലായി കാണുമല്ലോ. അതിന് ജാസ്മിൻ വെറുതെ ഒന്ന് തലയിളക്കി. മമ്മ അവളെ സ്വന്തം മോളായിട്ടാ കാണുന്നേ. അവൾക്കും അങ്ങനെ തന്നെയാ. ആ, അതൊക്കെ പോട്ടെ. പറഞ്ഞു വന്നത് അതല്ല. ഇപ്പൊ നിന്നെ മമ്മ അങ്ങനെയാ തന്നെയാ കാണുന്നത്. അപ്പോ നീ ഇങ്ങനെ പട്ടിണിക്ക് സങ്കടപ്പെട്ടിരിക്കുമ്പോ മമ്മ എന്തേലും കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ കൊച്ചിന്? സ്റ്റെഫിൻ ചോദിച്ചത് കേട്ടത് ക്രിസ്റ്റി അമ്പരപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. കാരണം ഇന്നൊരൊറ്റ ദിവസത്തെ പരിചയം മാത്രമുള്ള, അതും വെറുമൊരു അനാഥ പെണ്ണായ തനിക്ക് വേണ്ടി ആ മമ്മ ആഹാരം പോലും കഴിക്കാതെ കാത്തിരിക്കുകയാണെന്ന് കേട്ടതിന്റെ ഞെട്ടലിൽ അത്രയ്ക്കുണ്ടായിരുന്നു അവളിൽ. മമ്മ ആഹാരം കഴിച്ചില്ലേ? ഇല്ല. ഇപ്പോഴും അവിടെ ആങ്ങി തൂങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടെന്റെ മമ്മയെ പട്ടിണിയാക്കാതെ കൊച്ചു വന്ന് വല്ലതുമൊന്ന് കഴിച്ചേ. അപ്പോഴേക്കും അവർ നടന്ന് ഡൈനിങ് ഹാളിലെത്തിയിരുന്നു. അവിടെ നിന്ന ജാസ്മിനും മോളിക്കും അവൻ എന്ത് പറഞ്ഞിട്ടാവും അവളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്നറിയാനുള്ള ആകാംക്ഷ തോന്നിയെങ്കിലും അവരൊന്നും മിണ്ടില്ല. ദാ, മമ്മയുടെ മോള് വന്നിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാലോ. ക്രിസ്റ്റിയെ ചെയറിലേക്ക് കൊണ്ടിരുത്തിക്കൊണ്ട് സ്റ്റെഫി ചോദിച്ചതിന് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും മോളി ചിരിയോടെ എല്ലാവർക്കും പ്ലേറ്റ് എടുത്ത് വെച്ച് ആഹാരം വിളമ്പി. മനസ്സാകെ കലങ്ങി മറിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ വായിലേക്ക് വെച്ച ആഹാരം തൊണ്ടയിലേക്ക് താഴേക്ക് ഇറങ്ങാത്തതുപോലൊരു വിമിഷ്ടമായിരുന്നെങ്കിലും താൻ മൂലം മറ്റു 3 പേരും ബുദ്ധിമുട്ടരുത് എന്നതുകൊണ്ട് മാത്രം അവൾ എങ്ങനെയൊക്കെയോ കുറച്ച് കഴിച്ചു. ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞ് ക്രിസ്റ്റിയുടെ മൂടൊക്കെ ഒന്ന് മാറട്ടെ എന്ന് കരുതി സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വെറുതെ സംസാരിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും. ക്രിസ്റ്റി ഓക്കെ ആവുക എന്നതിലുപരി അവളുടെ ഉള്ളിലുള്ള അപകർഷതാബോധവും എല്ലാം തകർന്നെന്നുള്ള ചിന്താഗതിയും തുടച്ചു നീക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ടായിരുന്നു ആ സംസാരത്തിന് പിന്നിൽ. അതിനിടയ്ക്കായിരുന്നു സ്റ്റെഫിന്റെ ഫോണിലേക്ക് റയാന്റെ കോള് വന്നത്. ആരാടി? ജാസ്മിന്റെ കയ്യിലിരുന്ന ഫോണിലേക്ക് നോക്കി അവൻ ചോദിച്ചു. റയാൻ ചാച്ചനാ. ഓ, പെങ്ങളെ ഞാൻ പട്ടിണിക്കിട്ടോന്നറിയാനായിരിക്കും, ചിരിയോടെ പറഞ്ഞുകൊണ്ടവൻ ജാസ്മിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി കാതോട് ചേർത്ത്. നിനക്കുറപ്പൊന്നുമില്ലേടാ? ഓ, ഞാനിവിടെ ഈ നാറിയുടെ വാളും കോരിയിരിക്കുക. പിന്നെങ്ങനെയാ ഉറങ്ങുന്നേ? അവൻ ഇതുവരെ നിർത്തിയില്ലേ? ചവിട്ടി അവന്റെ നട്ടെല്ലൊടിച്ച് മൂലയ്ക്കിടടാ. അവന്റെ ഒരു വിരഹ ദുഃഖം. റയാൻ പറഞ്ഞതെന്താണെന്ന് കേട്ടില്ലെങ്കിലും സ്റ്റെഫിന്റെ സംസാരത്തിൽ നിന്ന് വിഷയം ജോയലാണെന്ന് മനസ്സിലായതും അതുവരെ ദൂരേക്ക് എവിടെയോ മിഴി നട്ടിരുന്ന ക്രിസ്റ്റി പതിയെ നോട്ടം സ്റ്റെഫിയിലേക്കാക്കി. കാണുന്നവർക്കത് സാധാരണ പോലെ തോന്നുമെങ്കിലും ജോയലിന് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും ആകുലതയും അവളുടെ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. ആ, അവളിവിടെ ഇരിക്കുന്നു. പട്ടിണി സമരത്തിലായിരുന്നു. പക്ഷെ ഇപ്പോ റെഡിയായിട്ടുണ്ട്. ആ, നീയൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. അവളിവിടെ സേഫ് ആയിരിക്കും. ആ, എന്നാ ശരി. എന്നതാടാ? സ്റ്റെഫിൻ ഫോൺ കട്ട് ചെയ്തതും മോളി ചോദിച്ചു. ചോദിച്ചത് അവരാണെങ്കിലും അതിന്റെ ഉത്തരമറിയാൻ അവരെക്കാൾ ആകാംക്ഷ തോന്നിയത് ക്രിസ്റ്റിക്കായിരുന്നു. കാരണം തന്നോടുള്ള സ്നേഹം കൊണ്ട് ജോയൽ എന്തെങ്കിലും അബദ്ധം കാണിച്ചോ എന്നുപോലും അവൾക്കപ്പോൾ ഭയം തോന്നിപ്പോയിരുന്നു. ജോയൽ ആകെ പ്രശ്നമാണെന്നും. എന്ത് പറ്റി? എന്ത് പറ്റാൻ? ഇവരെ കിട്ടൂലെന്നും പറഞ്ഞ് കള്ളം കുടിച്ച് വാളും വെച്ചവിടെ കിടന്ന് മോങ്ങുവാണെന്നും. റയാൻ അവന് കാവലിരിക്കുവായിപ്പോ. സ്റ്റെഫി അത് പറഞ്ഞതും അല്പനേരം അവിടെ ഒരു നിശബ്ദത തളം കെട്ടി. കഷ്ടം. മമ്മയുടെ പറച്ചിൽ കേട്ടപ്പോൾ ക്രിസ്റ്റിയുടെ നെഞ്ചിലൊരു കൊളുത്തിവലി തോന്നി. നെഞ്ചാകെ അവൻ മാത്രം നിറഞ്ഞു നിൽക്കും പോലെ തോന്നിയ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. റീജോയുടെ ഫ്രണ്ടായിരുന്നെങ്കിൽ പോലും തനിക്കറിയാവുന്ന ജോയൽ ഒരിക്കലും മദ്യപിക്കാറില്ലായിരുന്നു. ആരോടും ഒരു ദ്രോഹത്തിനും പോകാത്ത ഒരു പാവം. തനിക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. തന്റെ മനസ്സിൽ റീജോ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ പലതവണ അത് തനിക്ക് നന്നല്ലെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. സ്നേഹിച്ചവൻ തന്നെ കീറി മുറിക്കുന്ന ഹൃദയത്തിൽ മരുന്നാവാൻ എപ്പോഴും അവനുണ്ടായിരുന്നു. അതിനെല്ലാം ശേഷം സ്വയം ഇല്ലാതാവാൻ നോക്കിയപ്പോഴും കാവലായത് അവനാണ്. പക്ഷേ അന്നൊന്നും അറിഞ്ഞില്ല ആ മനസ്സിൽ പൂഴ്ത്തി വെച്ചിരിക്കുന്ന തന്നോടുള്ള സ്നേഹമായിരുന്നു അതിനെല്ലാം ആധാരമെന്ന്. ചിന്തകൾ ഹൃദയത്തിൽ നൊമ്പരം തീർത്തു തുടങ്ങിയതും ക്രിസ്റ്റിയുടെ കണ്ണുകൾ കവിഞ്ഞൊഴുകി. മോള് കരയുവാണോ? മോളി ചോദിച്ചതും അവളൊരു തേങ്ങലോടെ അവരുടെ മടിയിലേക്ക് മുഖം പൂഴ്ത്തി. ഞാൻ കാരണമാണോ മമ്മി ജോച്ചൻ ഇങ്ങനെയൊക്കെ ആയത്? വിങ്ങി കരഞ്ഞുകൊണ്ടുള്ള അവളുടെ ചോദ്യം മറ്റു മൂവരെയും വേദനയിലാഴ്ത്തി. ആരും ഒന്നിനും കാരണമല്ല മോളെ. നിനക്ക് നിന്റേതായ ന്യായങ്ങളുണ്ട്. അവൻ അവൻ്റേത്. പക്ഷേ കാണുന്നവർക്ക് നിങ്ങൾ രണ്ടാളും ഒരു വേദന തന്നെയാ. അതുകൊണ്ടാ നിങ്ങൾ പരസ്പരം മരുന്നായിരുന്നെങ്കിലെന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോകുന്നത്. പക്ഷേ മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ടടാ. ആദ്യം കുറച്ച് പാടായിരിക്കുമെങ്കിലും പതിയെ അവനും എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടോളും. മോളി അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ടേയിരുന്നു. പെട്ടെന്നായിരുന്നു ക്രിസ്റ്റി അല്പം ഉറക്കെ തന്നെ ഒന്ന് പൊട്ടിക്കരഞ്ഞത്. മോളെ, കരയല്ലേടാ. ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല മമ്മ. ജോച്ച ഒത്തിരി നല്ലതാ. പക്ഷേ ഞാൻ കൊള്ളത്തില്ല മമ്മ.
ജോച്ചന് ഞാൻ കൊള്ളത്തില്ല. എന്തൊക്കെയാ കുഞ്ഞേ നീ പറയുന്നത്? നിനക്കെന്നതാ ഒരു കുഴപ്പം? ഞാൻ ഞാൻ ആരുമില്ലാത്തവളാ മമ്മ. അതും പോരാഞ്ഞിട്ട് ഒരു ദുഷ്ടന് ഹൃദയം കൊടുത്തവളാ. അവന്റെ ജീവൻ എടുത്തവളാ. പിന്നെ പിന്നെ ഞാനൊരു ഭ്രാന്തിയാ. അങ്ങനെ ഒരുത്തിയെ എന്നാത്തിനാ ജോച്ചന്? എന്നെ എടുത്ത് തലയിൽ വെച്ച ജോച്ചനെയും എല്ലാവരും കുറ്റപ്പെടുത്തും. അതൊന്നും ഒന്നും വേണ്ട മമ്മ. തന്റെ മടിയിൽ കിടന്ന് വിമ്മി കരയുന്നവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ മോളി സ്റ്റെഫിന്റെ മുഖത്തേക്ക് നോക്കി. അവനും ആകെ വിഷമത്തിൽ അവളെ നോക്കിയിരിക്കുക തന്നെയായിരുന്നു അപ്പോൾ. പിന്നെയും ഏറെ നേരമെടുത്തായിരുന്നു ക്രിസ്റ്റിയുടെ കരച്ചിലൊന്ന് അടങ്ങിയത്. എങ്കിലും അത്രമേൽ തകർന്ന ആ അവസ്ഥയിൽ അവളെ തനിച്ചു വിടാതിരിക്കാൻ മോളിയും അവളുടെ കൂടെയായിരുന്നു കിടന്നത്. ബെഡിൽ തന്നെ ചുറ്റിപ്പിടിച്ചൊരു കുഞ്ഞു കുട്ടിയെപ്പോലെ ചുരുണ്ടു കിടക്കുന്ന പെണ്ണിന്റെ തലമുടിയിലൂടെ വിരലോടിച്ചങ്ങനെ കിടക്കുമ്പോൾ ഒരു പെൺകുഞ്ഞില്ലെന്ന നഷ്ടബോധത്തെ മനഃപൂർവ്വം മറന്നു കളഞ്ഞിരുന്നു മോളി.